Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. Ariel by Sylvia Plath, FIUGP, Semester 4, SEC Literature, Calcutta University. Summary of the poem Ariel by Sylvia Plath. Ariel is the title poem of the famous poetry collection by Sylvia Plath. It was written in 1962 during a time when she was writing many powerful poems. The poem is an example of confessional poetry because it expresses deep personal feelings. ഏരിയൽ എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്ത് 1962 എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള കവിതയാണ്. കൺഫെഷണൽ പോയട്രിക്ക് ഉദാഹരണമായിട്ടുള്ള ഒരു കവിതയാണ് ഏരിയൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കൺഫെഷണൽ പോയട്രി? Confessional poetry is a type of poetry in which poets write about their personal life, emotions, and private experiences in an open and honest way. It often discusses topics like family, identity, suffering, and inner struggles. കമലാദാസ്, അതുപോലെ സിൽവിയ പ്ലാത്ത്, വേറെ ഒരുപാട് പോയറ്റ്സ് ഉണ്ട്. റോബർട്ട് ലോവൽ, ആനി സെക്സ്റ്റൺ, ഇവരൊക്കെ കൺഫെഷണൽ പോയറ്റ്സിൽ പെട്ടിട്ടുള്ളവരാണ്. അതായത് കൂടുതലായിട്ട് ഇവർ കവിതയിൽ അവരുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, അവരുടെ വികാരങ്ങൾ, അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള പ്രൈവറ്റ് എക്സ്പീരിയൻസസ്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെയാണ് കവിതയിൽ അവർ വളരെ തുറന്ന രീതിയിൽ എഴുതുന്നതാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഫാമിലി, ഐഡൻറ്റിറ്റി, സഫറിങ്, ഇന്നർ സ്ട്രഗിൾസ് ഇതൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ സിൽവിയ പ്ലാത്ത് കമലദാസിൻ്റെ ചില വർക്ക്സുകളൊക്കെ കൺഫെഷണൽ പോയട്രിക്ക് ഉദാഹരണമാണ്. അതുപോലെ റോബർട്ട് ലോവൽ, ആനി സെക്സ്റ്റൺ ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു കവിതയാണ് ഏരിയൽ എന്ന് പറയുന്നത്. ദ പോം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺഫെഷണൽ പോയട്രി ബിക്കോസ് ഇറ്റ് എക്സ്പ്രസസ് ഡീപ്പ് പേഴ്സണൽ ഫീലിംഗ്സ്. ഓൾദോ ദ പോം describes a horseback ride at dawn, it also represents the speaker's journey toward freedom and a new identity. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത ഒരു കൺഫെഷണൽ പോയട്രിക്ക് ഉദാഹരണമാണ്. ഇത് കവിയുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. കവിയുടെ വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സ് ഇതിൽ പ്രകടമാക്കുന്നുണ്ട്. നമുക്ക് ഈ കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് പ്രഭാത സമയത്തെ ഒരു കുതിര സവാരിയാണെങ്കിലും അത് നമ്മുടെ കവിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ പുതിയ തിരിച്ചറിവിനെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The poem begins with complete stillness and darkness. The line "Stars is in darkness" shows that everything is quiet before sunrise. അപ്പോൾ കവിത തുടങ്ങുന്നത് പൂർണ്ണമായിട്ടുള്ള നിശ്ചലതയിലും ഇരുട്ടിലും ഒക്കെയാണ് ആരംഭിക്കുന്നത്. അതായത് സൂര്യോദയത്തിന് മുമ്പുള്ള പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയും ശാന്തതയൊക്കെ കാണിക്കുന്നുണ്ട് കവിതയുടെ തുടക്കത്തിൽ. ദ സ്പീക്കർ ഈസ് സിറ്റിംഗ് ഓൺ എ ഹോഴ്സ് നെയ്മഡ് ഏരിയൽ ആൻഡ് വെയിറ്റിംഗ്. സ്ലോലി ദ സ്കൈ ബിഗിൻസ് ടു ബ്രൈറ്റൻ ആൻഡ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് മോർണിംഗ് അപ്പിയേഴ്സ്. ആ ഒരു സമയത്ത്, അതായത് സൂര്യോദയത്തിന് മുമ്പുള്ള പൂർണ്ണമായ ആ ഒരു നിശബ്ദതയും ശാന്തതയും ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് നമ്മുടെ കവി ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരയുടെ മേൽ ഇരുന്നിങ്ങനെ കാത്തിരിക്കുകയാണ്, കുതിര സവാരിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം ആകാശം പതുക്കെ വെളുക്കാൻ തുടങ്ങുകയും പ്രഭാതത്തിൻ്റെ ആദ്യ പ്രകാശം പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. When the horse begins to run, the speaker feels a strong connection with it. ആ സമയത്താണ് കുതിര ഓടിത്തുടങ്ങുന്നത്. ആ സമയത്ത് കുതിരനോട് കവിക്കൊരു പ്രത്യേക ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്, ഒരു കണക്ഷൻ. ഷീ ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് ആസ് ഗോഡ്സ് ലയണസ് വിച്ച് ഷോ സ്ട്രെങ്ത് ആൻഡ് എനർജി. അപ്പോൾ അവളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗോഡ്സ് ലയണസ് ആയിട്ടാണ്. അതായത് അത് എന്തിനെയാണ് കാണിക്കുന്നത്? അവളുടെ സ്ട്രെങ്തിനെയും എനർജീനെയും ഒക്കെയാണ്. ദ റൈഡർ ആൻഡ് ദ ഹോഴ്സ് മൂവ് ടുഗദർ ക്വിക്ലി അക്രോസ് ദ ഫീൽഡ്സ്. As they move faster, the speaker sees brief images of landscapes such as brown neck of the horse and dark berries along the path. അങ്ങനെ അവർ കുതിരപ്പുറത്ത് ഏറിയിട്ട് ഇങ്ങനെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലുകൾക്കിടയിലൂടെ വേഗത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇമാജറി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇമാജറി ഒന്നും കാണാൻ കഴിയുന്നില്ല, ചെറിയ ചെറിയ ഇമേജസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതായത് വേഗത്തിലിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് തവിട്ട് നിറമുള്ള കുതിരയുടെ ആ കഴുത്തും അതുപോലെ വഴിയരികിലെ കറുത്ത ബെറീസ്, പഴങ്ങളും
അങ്ങനെയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ മാത്രം ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആസ് ദ സ്പീഡ് ഇൻക്രീസസ് ദ സ്പീക്കർ ബിഗിൻസ് ടു ഫീൽ ദാറ്റ് ഷീ ഈസ് ലേവിങ് ബിഹൈൻഡ് ഹെർ ഓൾ സെൽഫ്. അങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കുതിര സവാരി എന്നതിലുപരിയായിട്ട് കവിയുടെ പേഴ്സണൽ ലൈഫും കൂടിയാണ് അതിൽ കണക്ട് ചെയ്യുന്നത്. അതായത് അവരൊരു മേ ബി ഒരു പാട്രിയാർക്കൽ വേൾഡിൽ നിന്ന് രക്ഷപ്പെടായിരിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അവരുടെ ഐഡൻറ്റിറ്റി, ഈ ഒരു കുതിരയുടെ വേഗതനെ കാണിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ ഫ്രീഡത്തിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആസ് ദ സ്പീഡ് ഇൻക്രീസസ് ദ സ്പീക്കർ ബിഗിൻസ് ടു ഫീൽ ദാറ്റ് ഷീ ഈസ് ലിവിങ് ബിഹൈൻഡ് ഹെർ ഓൾ സെൽഫ്. ഇങ്ങനെ വേഗത കൂടുന്തോറും നമ്മുടെ സ്പീക്കർ താൻ പഴയ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത് പോലെ സ്പീക്കർക്ക് അനുഭവപ്പെടുന്നുണ്ട്. She compares herself to Lady Godiva, a legendary woman who rode a horse without clothes as a protest against injustice. അവളെ തന്നെ ലേഡി ഗൊഡീവയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ലേഡി ഗൊഡീവിയ അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ കുതിരപ്പുറത്ത് നഗ്നയായി സവാരി ചെയ്ത ഒരു സ്ത്രീയാണ്. അപ്പോൾ ചരിത്രത്തിലെ കഥകളിലൊക്കെ കഥാപാത്രമാണ് ഈ ലേഡി ഗൊഡീവ. അപ്പോൾ അവളുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. When the speaker says she unpeels, it means she is removing restrictions and pressures placed on her by society. അപ്പോൾ ഇതിൽ നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട് അൺപീൽസ് എന്ന് പറയുന്നുണ്ട്. ഈ അൺപീൽസ് എന്ന് പറയുന്നത് സമൂഹം അവർക്ക് മേൽ ചുമത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസ്, സമ്മർദ്ദങ്ങളൊക്കെ അവൾ ഒഴിവാക്കുന്നതായിട്ട് സൂചിപ്പിക്കുകയാണ്. ദ ഫ്രേസ് ഡെഡ് ഹാൻഡ്സ് ആൻഡ് ഡെഡ് സ്ട്രിഞ്ചൻസീസ് റെപ്രസെൻറ്റ് റൂൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് വൺസ് കൺട്രോൾഡ് ഹർ ലൈഫ്. അതുപോലെ ഡെഡ് ഹാൻഡ്സ്, ഡെഡ് സ്ട്രിഞ്ചൻസീസ്, ഇതൊക്കെ ഈ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത് അവളുടെ ജീവിതത്തെ, അതായത് ഈ സ്പീക്കറുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും അതുപോലെ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളൊക്കെയാണ്. അത് സമൂഹം അവൾക്ക് മേൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. At one point, the speaker hears a child's cry, but the sound slowly fades away. This suggests that she is leaving behind ordinary responsibilities and focusing on her own inner drive. അങ്ങനെ ഒരു നിമിഷം ഒരു ഘട്ടത്തിൽ അവൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, പക്ഷേ ആ ശബ്ദം പതുക്കെ ഇല്ലാതാകുന്നു. ഇത് സാധാരണ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെ അവൾ പിന്നിലാക്കുന്നു എന്ന ആശയം നൽകുന്നു. അതായത് അവൾ വീട്ടിൽ ഒരു അമ്മ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഉള്ള ഒരു മോചനം, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയ ഒരു ടൈം എന്നൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ പറയാം. As the ride continues, she feels a strong transformation and begins to feel like part of natural world. ഇങ്ങനെ അവളിങ്ങനെ സവാരി തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു മാറ്റം അവൾക്ക് അനുഭവിക്കാൻ തുടങ്ങി. പ്രകൃതിയുടെ ഒരു ഭാഗമായി തീരുന്നത് പോലെ ഒക്കെ തോന്നുകയൊക്കെ ചെയ്തു. Near the end of the poem, the speaker says, I am the arrow. This means she has become pure speed and direction, moving quickly forward. She rushes toward the rising sun, describes as the red eye, the cauldron of morning. The sun symbolizes a powerful new beginning. അങ്ങനെ കവിതയുടെ അവസാനം സ്പീക്കർ ഐ ആം ദ ആരോ എന്ന് പറയുന്നുണ്ട്. അതായത് അവൾ വേഗത്തിലും ദിശയിലും മാത്രം നിറഞ്ഞ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. അവൾ ഉദയസൂര്യനിലേക്ക് അതിവേഗം മുന്നേറുന്നു. ദ റെഡ് ഐ, ദ കോൾഡ്രൻ ഓഫ് മോർണിംഗ് എന്ന് വിളിക്കുന്ന സൂര്യൻ ഒരു ശക്തമായ പുതിയ തുടക്കത്തൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. The poem ends with the speaker moving from darkness into the bright morning. The ride becomes a symbol of freedom and transformation, showing how she leaves her old identity behind and discovers a new sense of power and independence. അങ്ങനെ പോയം ഈ കവിത അവസാനിക്കുന്നത് സ്പീക്കർ ഡാർക്ക്നെസ്സിൽ നിന്ന് ബ്രൈറ്റ് മോർണിംഗിലേക്ക്, അതായത് അവളുടെ ഇരുണ്ട ഒരു ജീവിതത്തിൽ നിന്ന് വെളിച്ചമുള്ള ഒരു ജീവിതത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അതായത് ഈ റൈഡ്, ഈ സവാരി എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? അവളുടെ സ്വാതന്ത്ര്യത്തിനെ, ഇതുവരെ സമൂഹം അവൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, കൺട്രോള്, അതിൽ നിന്നുള്ള ഒരു മോചനത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്, അതായത് ഇരുട്ടിലായിരുന്ന അവളുടെ ജീവിതം ഇപ്പോൾ ഒരു വെളിച്ചത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഷോയിങ് ഹൗ ഷീ ലീവ്സ് ഹെർ ഓൾഡ് ഐഡൻറ്റിറ്റി ബിഹൈൻഡ് ആൻഡ് ഡിസ്കവേഴ്സ് എ ന്യൂ സെൻസ് ഓഫ് പവർ ആൻഡ് ഇൻഡിപെൻഡൻസ്. അതുപോലെ ഇതിലൂടെ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ കരച്ചിലെന്ന് പറയുന്നുണ്ട്, മദർഹുഡിലെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനം അവൾക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് അവളുടെ ആ ഒരു പഴയ ഐഡൻറ്റിറ്റി അവൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ അവൾ പുതിയൊരു ആളായിട്ട് മാറിയിരിക്കുകയാണ്. അവളുടെ ഒരു ന്യൂ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ അവളുടെ ഒരു പവർ, ഇൻഡിപെൻഡൻസ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്.